നാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवथे हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहरा सुदुरितं दुर्गे നമസ്തേംബികേ. ദേവി മാഹാത്മ്യം. ദേവിയുടെ മഹിഷാസുരൻ്റെ ഇളവായിട്ടുള്ള ആ വധം കഴിഞ്ഞതിന് ശേഷം ദേവന്മാർ സ്തുതിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. ഇനി ആ സ്തുതിച്ചതായിട്ടുള്ള ദേവന്മാരോട് സന്തുഷ്ടയായിട്ടുള്ള ദേവി പറയുന്നതാണ് ഇനി വരുന്നത്. ഏവം സ്തുതാ സുരൈർദേവീ കുസുമൈർനന്ദനോത്ഭവൈഃ അർച്ചിതാ ജഗതാം ധാത്രീ തഥാ ഗന്ധാനുലേപനൈഃ. ഏവം സ്തുതാ, ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായ ദേവി, സുരൈഹി, സുരന്മാരാൽ ദേവന്മാരാൽ, ഏവം സ്തുതാ ദേവി, ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായ ദേവി. ദേവന്മാരിങ്ങനെ ദേവിയെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിക്കപ്പെട്ടതായ ദേവി അർച്ചിത, അർച്ചിക്കുകയും ചെയ്തു. ദേവന്മാർ സ്തുതിക്കുക മാത്രമല്ല പൂജിക്കുകയും ചെയ്തു. അർച്ചിത, പൂജിതയായി, പൂജിക്കപ്പെട്ട. എങ്ങനെയാണ് പൂജിച്ചത്? കുസുമൈഹി നന്ദനോദ്ഭവൈഹി, നന്ദനോദ്ഭവൈഹി കുസുമൈഹി, നന്ദനവനത്തിൽ ഉണ്ടായിരുന്നതായ പുഷ്പങ്ങളെ കൊണ്ട്. ദേവന്മാർ അവിടെ ദേവേന്ദ്രൻ്റെ ഇതിലാണല്ലോ, സ്വർഗത്തിലാണല്ലോ നന്ദന വൃക്ഷമുള്ളത്. ആ നന്ദനവനത്തിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് ദേവന്മാർ ദേവിയെ പൂജിച്ചു. അപ്പോൾ അങ്ങനെ നന്ദനോദ്ഭവൈഹി, നന്ദനത്തിൽ ഉണ്ടായതായ പുഷ്പങ്ങളാൽ, കുസുമൈഹി, പുഷ്പങ്ങളാൽ അർച്ചിത, പൂജിക്കപ്പെട്ടതായ ദേവി. ജഗതാം ധാത്രി, ജഗത്തിൻ്റെ മുഴുവൻ ധാത്രിയായിട്ടുള്ള, അമ്മയായിട്ടുള്ള ആ ദേവി, ജഗത്തിന് മുഴുവൻ അമ്മയായിട്ടുള്ള ആ ദേവി ഇപ്രകാരം സ്തുതിക്കപ്പെട്ട് പൂജിക്കപ്പെട്ടതായ ദേവി. ഇനി തഥാ ഗന്ധാനുലേപനൈഹി, കുസുമങ്ങളെ കൊണ്ട് മാത്രമല്ല, ഗന്ധാനുലേപനൈഹി, വേണ്ട സുഗന്ധങ്ങളായിട്ട് വളരെ നല്ലതായിട്ടുള്ള സൗരഭ്യമുള്ളതായിട്ടുള്ള ചന്ദനാദി ലേപനങ്ങൾ, അങ്ങനെയുള്ളതായിട്ടുള്ള ഗന്ധങ്ങളെ കൊണ്ട്, സുഗന്ധ അത്യന്തം സൗരഭ്യമുള്ളതായിട്ടുള്ള ഗന്ധങ്ങളെ കൊണ്ടും, അനുലേപനൈഹി, അതുമാതിരി അനുലേപനങ്ങളെ കൊണ്ടും, ദേഹത്ത് പുരട്ടാനുള്ളതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടും, ഗന്ധം പുകയ്ക്കുക എന്നുള്ളതായിട്ടുള്ള അത് അങ്ങനെയാണ്. ഗന്ധത്തിനെ അനുലേപനത്തിനെയും വേറെ വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഗന്ധം എന്നുള്ളത് പുകയ്ക്കണത്, വസ്തുക്കളെ കൊണ്ട് സൗരഭ്യം ഉണ്ടാക്കുന്നതായിട്ടുള്ള വസ്തുക്കൾക്ക് പുകച്ചിട്ടും, അനുലേപനങ്ങളെ കൊണ്ടും, ചന്ദനാദികളെ കൊണ്ടുള്ള അനുലേപനം കൊണ്ടും ഒക്കെ ദേവിയെ അർച്ചിച്ചു എന്നാണ് ദേവന്മാർ. അപ്പം അങ്ങനെ അർച്ചിക്കപ്പെട്ടതായ ദേവി അടുത്തതും കൂടിയിട്ടാണ്. ഭക്തിയാ സമസ്തൈസ്ത്രിദശൈഃ ദിവ്യധൂപൈഃ സുധൂപിതാ പ്രാഹ പ്രസാദസുമുഖീ സമസ്താൻ പ്രണതാൻ സുരാൻ. ഭക്തിയാ സമസ്തൈഃ ത്രിദശൈഃ, എല്ലാ ദേവന്മാരും ഒന്നിച്ച് സ്തുതിക്കാനും അലങ്കരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദേവിയെ അർച്ചിക്കാനും സ്തുതിക്കാനും ഒക്കെ എല്ലാ ദേവന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്തിയോടുകൂടി എല്ലാവരും, സമസ്തൈഃ ത്രിദശൈഃ, എല്ലാ ദേവന്മാരാലും ഭക്തിയോടുകൂടി, ദിവ്യധൂപൈഃ, ദിവ്യങ്ങളായിട്ടുള്ള ധൂപങ്ങളെ കൊണ്ടും, സുധൂപിത, ദിവ്യങ്ങളായിട്ട് ധൂപങ്ങളെ കൊണ്ട് ധൂപിതയായി, അതായത് പുക ഏൽറ്റു, അങ്ങനെ ധൂപദീപാദികളെ കൊണ്ട് പൂജിച്ചു എന്നുള്ളതാണ്. ധൂപൈഃ സുധൂപിത, നല്ല പോലെ ധൂപം നൽകപ്പെട്ടതായ ദേവി പ്രാഹ പറഞ്ഞു. പ്രസാദ സുമുഖി, സന്തോഷം കൊണ്ട് സുമുഖിയായിട്ട്, സന്തോഷം ഉണ്ടാവും, മുഖത്തൊരു തിളക്കമൊക്കെ ഉണ്ടാവും കൂടുതലായിട്ട്. അപ്പം ഇവിടെ ദേവിക്കും ഈ ദേവന്മാരുടെ പൂജാദികളൊക്കെ വളരെ ഇഷ്ടമായി. അങ്ങനെ പ്രസാദിച്ചു ദേവി എന്നുള്ളതാണ്. പ്രസാദ സുമുഖി, പ്രസാദം കൊണ്ട് സുമുഖിയായിട്ടുള്ള ആ ദേവി സമസ്താൻ പ്രണതാൻ സുരാൻ, എല്ലാ നമിച്ചതായിട്ടുള്ള ആ ദേവന്മാരോടൊക്കെ ആയിട്ട്, പ്രണമിച്ചതായിട്ടുള്ള ആ ദേവന്മാരോട്, സമസ്താൻ ദേവാൻ സുരാൻ, എല്ലാ ദേവന്മാരോടുമായിട്ട് പ്രാഹ പറഞ്ഞു. ദേവി ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? തുഷ്ടാസ്മി സ്തോത്രമുഖ്യേന തഥൈവ ആരാധനേന ച സുരാമാംസോപഹാരേണ ഭക്തിയാ ച അനന്യരൂപയാ.
തുഷ്ടാസ്മി, ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. തുഷ്ട അസ്മി, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. ഞാൻ സന്തോഷിച്ചവളായിരിക്കുന്നു, സന്തോഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? സ്തോത്രമുഖ്യേന, നിങ്ങൾ ഈ കാര്യമായിട്ടുള്ള സ്തോത്രം കൊണ്ട് എന്നെ സ്തുതിച്ചൂലോ, അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് സന്തോഷമായി. ഇനി അത് മാത്രമല്ല, തഥൈവ ആരാധനേനച്ച, ആരാധിക്കും ചെയ്തു. നിങ്ങൾ എന്നെ ആരാധിച്ചു. ഇങ്ങനെ വെറുതെ ഒന്നുമല്ല, പുഷ്പങ്ങളെ കൊണ്ട് മാത്രമൊന്നുമല്ല ആരാധിച്ചത്. സുരാമാംസോപഹാരേണ, സുര മദ്യം എന്നുള്ളതാണ്, ദേവന്മാരുടെ ഇതായിട്ടുള്ള മദ്യത്തിനെയാണ് സുര എന്ന് പറയുന്നത്. സുരാമാംസോപഹാരേണ, സുരയും മാംസവും കൊണ്ടുള്ളതായിട്ടുള്ള ഉപഹാരം കൊണ്ട്, പൂജ കൊണ്ട്, അതുകൊണ്ട് എന്നെ സൽക്കരിച്ചു നിങ്ങളൊക്കെ കൂടിയിട്ട്. അപ്പം അതുകൊണ്ടും ഞാൻ തുഷ്ടയായിരിക്കണു എന്നുള്ളതാണ്. ഭക്തിയാച അനന്യരൂപയാ, അനന്യരൂപയായിട്ടുള്ള ഭക്തി കൊണ്ടും, നിങ്ങളുടെ മറ്റാർക്കും ഇല്ലാത്തതായിട്ടുള്ള അനന്യരൂപമായിട്ടുള്ള, വേറെ ഇല്ലാത്തതായിട്ടുള്ള ഭക്തി കൊണ്ടും ഞാൻ സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദേവി. ഇനി സ്തോത്രേണാനേനയർച്ചന്തി ഭയകാല ഉപസ്ഥിതേ തേഷാം ഭയം വിനേതാസ്മി കാമാനിഷ്ടാൻ ദദാമി ച. സ്തോത്രേണ അനേന, ഈ സ്തോത്രം കൊണ്ട്, നിങ്ങൾ എന്നെ സ്തുതിച്ചതായിട്ടുള്ള ഈ സ്തോത്രം കൊണ്ട്, ഏ അർച്ചന്തി, ആരാണോ എന്നെ പൂജിക്കുന്നത്, ഈ സ്തോത്രം ചൊല്ലിയിട്ട്, നിങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്തോത്രം ചൊല്ലി ആരാണോ എന്നെ സ്തുതിക്കുന്നത്, തേഷാം ഭയകാല ഉപസ്ഥിതി, എപ്പോഴാണ്? പേടി ഉണ്ടാവുമ്പോൾ. ഭയകാലേ ഉപസ്ഥിതേ എന്നാണ് പദം മുറിക്കുമ്പോൾ. ഭയകാലേ ഉപസ്ഥിതേ, ഭയകാലം വരുമ്പോൾ എന്നെ ഈ സ്തോത്രം കൊണ്ട് ആര് സ്തുതിക്കുന്നുവോ അവർക്കൊക്കെ തേഷാം ഭയം വിനേതാസ്മി, അവരുടെ ഭയത്തിനെ ഞാൻ വിനേതാ അസ്മി, ഞാൻ ഇല്ലാതാക്കും. അതിനെ വിനയം പ്രാപിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കും, ഭയം ഇല്ലാതാക്കും. തേഷാം ഭയം വിനേതാസ്മി, അവരുടെ ഭയത്തെ ഞാൻ ഇല്ലാതാക്കും. കാമാനിഷ്ടാൻ ദദാമിച്ച, ഇഷ്ടങ്ങളായിട്ടുള്ള കാമങ്ങളെ, കാമാൻ ഇഷ്ടാൻ, ഇഷ്ടമായിട്ടുള്ള കാമങ്ങളെ, അവർക്ക് വേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങളെയെല്ലാം ദദാമീച്ച, നൽകുകയും ചെയ്യും എന്നാണ്. ഇനി വ്രിയതാം ത്രിദശാ സർവേ യദസ്മത്തോഭിവഞ്ചിതം ദദാമ്യഹമതിപ്രീത്യ സ്തവൈരേഭി സുപൂജിത. പ്രിയതാം ത്രിദശാഹ, അല്ലയോ ദേവന്മാരെ, ത്രിദശാഹ സംബോധനയാണ് അവിടെ. അല്ലയോ ദേവന്മാരെ, പ്രിയതാം, സർവേ എല്ലാവരും, പ്രിയതാം വരം ചോദിച്ചാലും വരിച്ചാലും, വരത്തെ ചോദിച്ചാലും, യത് അസ്മത്തഃ അഭിവാഞ്ചിതം, യാതൊന്നാണോ അസ്മത്തഃ എന്നിൽ നിന്ന് അഭിവാഞ്ചിതം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് വരമാണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ചോദിച്ചുകൊള്ളൂ എന്നാണ്. അസ്മത്തഃ എന്നിൽ നിന്ന് യത് അഭിവാഞ്ചിതം, യാതൊന്നാണോ ആഗ്രഹിക്കുന്നത് ആ വരം ചോദിച്ചോളൂ. ദദാമി അഹം അതിപ്രീത്യ, ദദാമി അഹം ഞാൻ നൽകുന്നുണ്ട്, നിങ്ങൾ എന്ത് വരം ചോദിച്ചാലും ഞാൻ നൽകാമെന്നാണ്. ദദാമ്യഹം അതിപ്രീത്യ, സന്തോഷത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അതൊക്കെ തരും. സ്തവൈരേഭിസ്തു പൂജിത, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഈ സ്തവങ്ങളെ കൊണ്ട് നല്ലപോലെ പൂജിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ തൃപ്തയായിരിക്കുന്നു, സന്തോഷിച്ചിരിക്കുന്നു. എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. കർത്തവ്യമവരം യച്ച ദുഷ്കരം തന്നിവേദ്യതാം. ഇനി അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും വേറെ ചെയ്യാനുണ്ടോ ഞാൻ എന്നുള്ള, അവരം യച്ച കർത്തവ്യം, ഞാൻ ഇനി ഏതെങ്കിലും ചെയ്യാനുണ്ടോ, ദുഷ്കരമായിട്ടുള്ളത് ആണെങ്കിലും തന്നിവേദ്യതാം, അതൊക്കെ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും, ഇപ്പം മഹിഷാസുരനെ വധിച്ചു, അവരുടെ ഒപ്പം ഉണ്ടായിരുന്നതായിട്ടുള്ള അസുരന്മാരെയൊക്കെ വധിച്ചു, ഇനി ഇതുമാതിരി നിങ്ങൾക്ക് ദുഷ്കരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വേഗം ചെയ്തു തരാം എന്ന് പറഞ്ഞു. ദുഷ്കരം തന്നിവേദ്യതാം, അതൊക്കെ പറഞ്ഞുകൊള്ളൂ, അറിയിച്ചുകൊള്ളൂ, ഞാൻ ചെയ്തു തരാം എന്ന് ദേവി പറഞ്ഞു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.